ഡിജിറ്റൽ ബാങ്കിങ്ങും UPI ഇടപാടുകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഇതിനോടൊപ്പം തന്നെ സൈബർ ലോകത്ത് ഓൺലൈൻ തട്ടിപ്പുകളുടെയും ഫിഷിംഗ് അറ്റാക്കുകളുടെയും എണ്ണവും അതിവേഗം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാങ്ക് അക്കൗണ്ടുകളിലെ സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ഇന്ന് തന്നെ പരിശോധിക്കേണ്ട 10 പ്രധാന അക്കൗണ്ട് സെറ്റിംഗ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, നിങ്ങളുടെ ബാങ്കിംഗ് ആപ്പുകളിലും നെറ്റ് ബാങ്കിംഗ് പോർട്ടലുകളിലും നിർബന്ധമായും 2-ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക. പാസ്വേഡിന് പുറമെ വരുന്നത് ഒരു OTP ആയതിനാൽ ഇത് നിങ്ങളുടെ അക്കൗണ്ടിന് ശക്തമായ ഒരു അധിക സുരക്ഷാ കവചം ഒരുക്കുന്നുണ്ട്. രണ്ടാമതായി, ഒരിക്കലും നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ അല്ലെങ്കിൽ ജനന തീയതി എന്നിവ എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാൻ സാധിക്കുന്ന പാസ്വേഡുകളായി ഉപയോഗിക്കരുത്. പകരം അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ചേർത്തുള്ള സങ്കീർണവും ശക്തമായ പാസ്വേഡുകൾ മാത്രം നിർമ്മിക്കുക. മൂന്നാമതായി, നിങ്ങളുടെ ദിനംപ്രതിയുള്ള ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾക്ക് കൃത്യമായ ഒരു പരിധി അഥവാ ട്രാൻസാക്ഷൻ ലിമിറ്റ് നിശ്ചയിക്കുക. ഇത് അനാവശ്യമായി വലിയ തുകകൾ ഒറ്റയടിക്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കും. നാലാമതായി, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ റിയൽ ടൈം നോട്ടിഫിക്കേഷനുകൾ എപ്പോഴും ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ഓരോ ചെറിയ ഇടപാടുകൾ നടക്കുമ്പോഴും വരുന്ന SMS അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ നിങ്ങളുടെ അറിവില്ലാതെ അക്കൗണ്ടിൽ തട്ടിപ്പ് നടന്നാൽ അത് ഉടൻ തന്നെ ബാങ്കിനെ അറിയിക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ പ്രധാന കാര്യം, നിങ്ങൾക്ക് സാധാരണയായി അന്താരാഷ്ട്ര തലത്തിൽ ഓൺലൈൻ ഷോപ്പിംഗോ മറ്റ് വിദേശ ഇടപാടുകളോ ഇല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളിലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുകൾ ഓഫാക്കി വെക്കുക എന്നതാണ്. ഇത് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല തട്ടിപ്പുകളും തടയും. ആറാമതായി, പാസ്വേഡുകൾ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ പിൻ നമ്പറുകൾ അടിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് ബയോമെട്രിക് ലോഗിൻ സിസ്റ്റം. അതിനാൽ നിങ്ങളുടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID സുരക്ഷ ഉപയോഗിച്ച് ബാങ്കിംഗ് ആപ്പുകളിലേക്ക് ലോഗിൻ ചെയ്യുക. ഏഴാമതായി, ബാങ്കിൽ നൽകിയിരിക്കുന്ന നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ IDയും നിലവിൽ ഉപയോഗിക്കുന്നവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. പഴയതോ ഉപയോഗിക്കാത്തതോ ആയ നമ്പറുകൾ മാറ്റി പുതിയ വിവരങ്ങൾ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. എട്ടാമതായി, നിങ്ങളുടെ ഫോണിലെ ബാങ്കിംഗ് ആപ്പുകൾ ഏതൊക്കെ പെർമിഷനുകളാണ് ചോദിക്കുന്നത് എന്ന് പരിശോധിക്കുക. ക്യാമറ, മൈക്രോഫോൺ, കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നിവയിലേക്ക് അനാവശ്യമായി നൽകിയിരിക്കുന്ന ആക്സസ് പെർമിഷനുകൾ ഉടൻ തന്നെ ഒഴിവാക്കുക. ഒൻപതാമതായി, മുൻപ് നിങ്ങളുടെ നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ ആപ്പ് ലോഗിൻ ചെയ്തിട്ടുള്ള അനാവശ്യ ഡിവൈസുകൾ അഥവാ കമ്പ്യൂട്ടറുകൾ അക്കൗണ്ട് സെറ്റിംഗ്സിൽ നിന്ന് നീക്കം ചെയ്യുക. ലോഗിൻ ഹിസ്റ്ററി പരിശോധിച്ച് അപരിചിതമായ ഉപകരണങ്ങളിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായി, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാസം തോറും താനെ പണം പോകുന്ന ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ മാൻഡേറ്റ് സെറ്റിംഗ്സുകൾ പരിശോധിക്കുക. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സബ്സ്ക്രിപ്ഷനുകളോ സേവനങ്ങളോ ഉണ്ടെങ്കിൽ അവ ക്യാൻസൽ ചെയ്യുക. ഈ 10 അക്കൗണ്ട് സെറ്റിംഗ്സുകൾ ഇന്ന് തന്നെ പരിശോധിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാം. ഡിജിറ്റൽ ലോകത്ത് ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷ.